ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള മിർച്ചി സോഡ അല്ലെങ്കിൽ ഫുൽജാർ സോഡ, കുലുക്കി സോഡ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെയധികം പ്രചാരമേറിയ ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ ഇത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പം നമ്മുടെ സ്ട്രീറ്റിലൊക്കെ കാണാം ഈ ഫുൽജാർ സോഡ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫുൽജാർ സോഡ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. ഞാൻ കുറച്ച് നാരങ്ങ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 2 പച്ചമുളക് ഞാൻ ജസ്റ്റ് ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് പഞ്ചസാര ലായനിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിനയില, ആ പുതിനയില ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. കുറച്ച് ഇഞ്ചി ഞാൻ ചതച്ച് അത് ഇഞ്ചി നീരാക്കി എടുത്തേക്കാണ്. നിങ്ങൾക്ക് ചതച്ച ഇഞ്ചി വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് സോഡയാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലബ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ഈ സോഡ നന്നായിട്ട് തണുത്താണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് ബേസിൽ സീഡാണ്, അതായത് കസ്കസ് എന്ന് പറയുന്നത്. ഇവിടെ ബേസിൽ സീഡാണ് കിട്ടുന്നത്. അത് ഞാൻ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ബേസിൽ സീഡ് അല്ലെങ്കിൽ സബ്ജ സീഡ് എന്നും പറയും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പ്രധാനമായിട്ടും വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ്സും അതുപോലെ തന്നെ ഒരു വലിയ ഗ്ലാസ്സുമാണ് വേണ്ടത്. നിങ്ങൾക്ക് ഒന്നീ കുപ്പി ഗ്ലാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടോ അതായാലും മതി. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു കുപ്പി ഗ്ലാസ്സും പിന്നെ ഒരു വലിയൊരു ഗ്ലാസ്സുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയിട്ട് ഈ സോഡ വലിയ ഗ്ലാസ്സിനകത്ത് ഒഴിക്കണം. എന്നിട്ട് ഈ മസാലക്കൂട്ട് നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഈ വലിയ ഗ്ലാസ്സും ഈ ചെറിയ ഗ്ലാസ്സും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സോഡയ്ക്കകത്തോട്ട് ഈ മസാല ഇറക്കി വെക്കുമ്പോൾ അത് ഫുള്ള് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ട്രേ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വെച്ചുണ്ടാക്കുകയാണെങ്കിൽ പുറമെയൊക്കെ വെള്ളം വീണ് വൃത്തികേടാവാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിയത് എങ്ങനെ തയ്യാറാക്കാവുന്ന. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനകത്തേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം വിചാരിക്കുക, ഇത് നല്ലൊരു എരിവുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എരിവ് അധികം വേണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടാൽ ഒരെണ്ണം ഇട്ടാൽ മതിയായിരിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പുതിനയില അരച്ച് ചേർക്കാം. അത് പുതിനയില ഇച്ചിരി കൂടുതൽ ഇട്ടു, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം ഇതിനകത്തേക്ക് ഞാൻ പുതിനയിലയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി നീര് എപ്പോഴും നിങ്ങൾ ഒന്നുകിൽ ചതച്ച് ചേർക്കുക, അല്ലെങ്കിൽ നീരായിട്ട് ചേർത്താൽ മതി. കുറച്ച് ചേർത്താൽ മതിയിരിക്കും. ഒരുപാട് എരിയായി കഴിഞ്ഞാൽ ഭയങ്കര വയറിനൊക്കെ ഒരു എരിച്ചിൽ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ഇഞ്ചി നീര് ചേർത്താൽ മതിയായിരിക്കും. ഞാനിപ്പം 2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ഇഞ്ചി നീരിനകത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ്, അതുകൊണ്ടാണ് അത്രയും ചേർത്തത്. ഇനി അടുത്തായിട്ട് നമുക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാ നീര് ഞാൻ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാ നീര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 നാരങ്ങയുടെ നീര് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഷുഗറിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം നിങ്ങൾക്ക് പാകത്തിന്, അതായത് ഇച്ചിരി കൂടുതലായിട്ട് മധുരം നിൽക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓൾറെഡി ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഷുഗർ സിറപ്പും ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഗ്ലാസ് നമുക്ക് എത്രത്തോളം ഷുഗർ സിറപ്പ് ആവശ്യമുണ്ടോ അതനുസരിച്ച് തയ്യാറാക്കാം. ഇപ്പോൾ നമുക്ക് 1 ഗ്ലാസ് ഷുഗർ സിറപ്പ് തയ്യാറാക്കണമെങ്കിൽ 1 ഗ്ലാസ് ഷുഗറും 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ അത് ആറിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പിനകത്ത് ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ അത് കേടൊന്നും ആവത്തില്ല. ഏകദേശം നമുക്കൊരു 1.5-2 ആഴ്ച വരെയെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർക്കാനുള്ളത് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ബേസിൽ സീഡല്ലേ, അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസാലകളെല്ലാം നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ നമ്മളിതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ കൂട്ടെല്ലാം നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അങ്ങനെ മിക്സ് ചെയ്യുമ്പം ആ ഫ്ലേവറെല്ലാം നല്ലതുപോലെ, അത് ഇഞ്ചിയുടെയും മിൻറ്റിൻ്റെയും അതുപോലെ തന്നെ ആ പച്ചമുളകും നാരങ്ങയും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സോഡയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാലൻസ് ഇരുന്ന ഷുഗർ സിറപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. അപ്പോൾ നല്ല ഇച്ചിരി മധുരമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം മിക്സ്ഡ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനുള്ളത് ആ സോഡയില്ലേ, സോഡ എടുത്ത് നമ്മൾ ആ വലിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമുക്ക് ആ സോഡ ആ വലിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോഡ നിങ്ങൾ എപ്പോഴും തണുത്തത് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ വലിയ ഗ്ലാസ്സിലേക്ക് ആ സോഡ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ സോഡ ഒഴിച്ചു കൊടുക്കുന്നത് ആ വലിയ ഗ്ലാസ്സിന് പകുതിയോളം മാത്രമേ ഞാൻ സോഡ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ഗ്ലാസ് നിറച്ചും തന്നെ സോഡ എടുക്കുക, എന്നാലേ അത് നന്നായിട്ട് പതച്ച് പൊങ്ങി പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്തുവായാലും എൻ്റെ പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആ ചെറിയ ഗ്ലാസ്സിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫുൾജാർ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നമ്മുടെ സോഡ നേരത്തെ ആ ഗ്ലാസ്സിന് പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് നന്നായിട്ട് പതച്ച് പൊങ്ങി മുകളിൽ വരെ ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലാസ് നിറച്ച് സോഡ എടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പതച്ച് പൊങ്ങി പുറത്തേക്ക് നന്നായിട്ട് വരും. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല കുടിക്കാനും നല്ലൊരു ഡ്രിങ്കാണ്. നല്ല എരിവും മധുരവും എല്ലാം കൂടെ നല്ല പാകത്തിന് നല്ല തണുത്ത സോഡയെല്ലാം കൂടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക റിഫ്രഷിങ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫുൾജാർ സോഡ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.